നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു പെയിൻറ്റിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓയിൽ പേസിൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ്, ഒരു ലീഫാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ലീഫിൻ്റെ മേലെ കുറേ വാട്ടർ ഡ്രോപ്സ് എല്ലാം ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ഓയിൽ പേസിൽ യൂസ് ചെയ്തിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ഈ ഒരു പെയിൻറ്റിംഗ് ഇതേപോലെ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് നേരെ പെയിൻറ്റിംഗ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു HB പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആദ്യം ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ലീഫിൻ്റെ ഔട്ട്ലൈൻ വളരെ ലൈറ്റായിട്ട് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം ലീഫിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കാം. അപ്പോൾ ലീഫിൻ്റെ ഒരു സ്റ്റമ്പ് ഈ ഒരു ഡയറക്ഷനിലാണ് വരുന്നത്. ഇവിടെ നിന്ന് ഈ ഒരു ഡയറക്ഷനിൽ ലീഫിൻ്റെ സ്റ്റമ്പ് വരയ്ക്കുന്നുണ്ട്. ഈ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. അതിനൊന്നും വേറെ പ്രോബ്ലം ഇല്ല. നമ്മൾ പിന്നെ ഈ ലീഫിൻ്റെ ഒക്കെ സ്റ്റമ്പ് വരയ്ക്കുന്ന സമയത്ത് സ്കെയിലൊക്കെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നതിനേക്കാളും നല്ലത് ചെറിയ വളവൊക്കെ ഉള്ള രീതിയിൽ വരയ്ക്കുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ഫീൽ ഉണ്ടായിരിക്കുമല്ലോ. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലീഫിൻ്റെ സ്റ്റമ്പിന് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല, ചെറിയ വളവും ചെരുവൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ സ്കെയിലൊക്കെ യൂസ് ചെയ്ത് വരയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വലിയൊരു ലീഫ് ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പോൾ ഒരു വലിയ ലീഫ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ലീഫ് വരയ്ക്കുമ്പോൾ ആദ്യം ലീഫിനൊരു സിമ്മട്രിക് ഒബ്ജക്റ്റ് ആയിട്ട് കാണുക. അതായത് ലീഫിൻ്റെ സെൻട്രൽ കൂടെയുള്ള ഒരു ലൈൻ ആദ്യം വരയ്ക്കുക. എന്നിട്ട് രണ്ട് സൈഡും നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ലീഫിൻ്റെ ഔട്ട്ലൈൻ വളരെ പെട്ടെന്ന് ആ ഒരു ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ആദ്യം ലീഫിൻ്റെ സെൻട്രലിലൂടെ പോകുന്ന ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ ഈ ഒരു ഡയറക്ഷനിലാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ക്യാമറയിൽ നന്നായിട്ട് വിസിബിൾ ആവാൻ വേണ്ടി മാത്രം ഒന്ന് ഡാർക്കായിട്ട് വരച്ച് കാണിച്ചു തരാം. നിങ്ങൾ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ലൈറ്ററായിട്ട് വരച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് ലീഫിൻ്റെ മേലത്തെ സൈഡ് വരയ്ക്കാം. ടോപ്പിലെ സൈഡ് ആദ്യം വരയ്ക്കാം. അപ്പോൾ അതിന് ഇടയിലൊക്കെ ചെറിയ ഇങ്ങനെ വളവൊക്കെ ഉള്ളത് പോലെയൊക്കെ കൊടുക്കാം ലീഫിന്. ഓക്കെ, കുറച്ചും കൂടി ഇവിടെ വീതി കൂട്ടി കൊടുക്കാം. സെൻറ്ററിലോട്ട് എത്തുന്ന സമയത്ത് കുറച്ചും കൂടി ഇങ്ങനെ ഇങ്ങനെ ലീഫിൻ്റെ മേലത്തെ സൈഡ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ സൈഡ് വരയ്ക്കാം. അപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് ഒക്കെ നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ സമയത്ത് വരും. അത് സ്വാഭാവികമാണ്. അതപ്പോൾ തന്നെ റബ്ബ് ചെയ്തിട്ട് ഫൈനൽ എത്തുന്ന സമയത്ത് ഒരു സിംഗിൾ ലൈൻ ആക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, മേലത്തെ ഒരു ലീഫിൻ്റെ ഷേപ്പ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകളിലോട്ട് സൈഡിൽ നിൽക്കുന്നത് പോലെ ഒരു ലീഫിൻ്റെ ഷേപ്പ് വരയ്ക്കാം. അത് ഏകദേശം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആദ്യം വരച്ചതുപോലെ ആ സെൻട്രൽ കൂടെയുള്ള ലൈനാണ് ആദ്യം വരയ്ക്കുന്നത്. ഇവിടം വരെ അതിൻ്റെ സ്റ്റിക്ക് ഉണ്ട്. ഓക്കെ, ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് വരച്ചിട്ടുണ്ട്. നമുക്ക് താഴ്ഭാഗത്തായിട്ട് ഈ ഒരു സൈഡിൽ ഒരു ലീഫ് വരയ്ക്കും.
ഇനി നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ബാക്കിലായിട്ട് ഏറ്റവും ഡാർക്കറായിട്ട് നിൽക്കുന്ന ലീഫിൻ്റെ ഷേപ്പും ഇതേപോലെ വരച്ചു കൊടുക്കാം. ഏറ്റവും ബാക്കിലൊരു ലീഫ് ഉള്ളതുപോലെ വരയ്ക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഔട്ട്ലൈൻ വരുന്നത്. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കളർ ചെയ്യുന്ന സമയത്ത് ലീഫിൻ്റെ സൈഡിലൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു യെല്ലോയിഷ് കളർ കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ഭാഗത്ത് ഞാൻ കുറച്ചൊരു യെല്ലോ യൂസ് ചെയ്യുന്നുണ്ട്. സൈഡിലൂടെ മാത്രം കുറച്ച്, ഒരുപാടൊന്നുമില്ല, കുറച്ച് പോർഷൻ ഇവിടെ ഇങ്ങനെ ചെറിയൊരു കളർ ഡിഫറൻസ് കളർഫുള്ളായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലീഫിനും ഈ താഴത്തെ ലീഫിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് കൊടുക്കാം. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കൊരു ലൈറ്റ് ഗ്രീൻ കളർ എടുത്തിട്ട് നമുക്ക് ബാക്കി പോർഷൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കളേഴ്സൊക്കെ ലാസ്റ്റ് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ, നന്നായിട്ട് ബ്ലെൻഡിങ് ചെയ്ത് കൊടുക്കണം. ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബഡ്സ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നിനൊന്ന് ബ്ലെൻഡ് ചെയ്തിടാം. നമുക്ക് ബഡ്സോ കോട്ടനോ ക്ലോത്തോ എനിത്തിങ് എന്ത് വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ലീഫിലിന് കുറച്ചും കൂടി ഡാർക്ക് ഗ്രീൻ വരാനുണ്ട്. നമ്മൾ 2 ലെയർ ചെയ്തിട്ടുള്ളൂ. 3ഓ 4ഓ ലെയർ ചെയ്യുമ്പോഴായിരിക്കും ലീഫിൻ്റെ റിയൽ കളറിലോട്ട് നമ്മൾ വരുന്നുണ്ടാവുക. ഇത്രയും ചെയ്തത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടു. താഴത്തെ ലീഫും സെയിം പ്രോസസ്സ് നമുക്ക് ചെയ്യാം. താഴത്തെ ഇവിടെ ലീഫിൻ്റെ ഷാഡോസൊക്കെ വരാനുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം. യെല്ലോ ഫുള്ളായിട്ട് കാണണ്ട, ഒരു ലൈറ്റായിട്ടുള്ള യെല്ലോൻ്റെ ഫീൽ അവിടെ കിട്ടിയാൽ മതി. അപ്പോൾ ലൈറ്റ് ഗ്രീൻ കുറച്ച് അതിൻ്റെ മുകളിലോട്ട് യെല്ലോൻ്റെ മേലോട്ട് കയറ്റി ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ആ സ്പ്രെഡ് ആയത് തന്നെയാണ് കേട്ടോ. ഉണ്ടോ, ആ 2 ലീഫ് നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകളിലെ ലീഫിൽ നമുക്ക് യെല്ലോയിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്യാം. ഇത് ലൈറ്റ് നല്ല രീതിയിൽ കുറവുള്ളൊരു ലീഫാണ്, അതുകൊണ്ടാണ് ഡയറക്റ്റ് യെല്ലോ യൂസ് ചെയ്യാതെ ഒരു മിഡിൽ ഗ്രീൻ ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നത് കേട്ടോ. കുട്ടികൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ചെയ്യുന്നത്. സോ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അതും കളർ ഫില്ല് ചെയ്ത ശേഷം ബഡ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡാർക്ക് ഗ്രീൻ ആണ് ഇവിടെ യൂസ് ചെയ്യാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്യാം. ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് ഈ സൈഡിൽ കുറച്ച് ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട്.
ഈ സെൻറ്ററിൻ്റെ സൈഡിൽ കൂടെ ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട്. അത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. കളർ ജസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. കളർ ആവശ്യമുള്ളവിടെ ഇങ്ങനെ ജസ്റ്റ് ഫില്ല് ചെയ്ത ശേഷം നമുക്കതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലൊരു ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് ഈ സൈഡിൽ കുറച്ച് ചെയ്യാം. സാബ് ഗ്രീനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത്രയും നമ്മളവിടെ കളർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ താഴത്തും ചെയ്യണം. ഇനി ഇതേപോലെ നമുക്ക് ഇവിടെയും ചെയ്യാം. ഓക്കെ, ആദ്യം ഒരു മിഡിൽ ഗ്രീൻ എടുത്തിട്ട് ഈ ഭാഗത്ത് ചെയ്യുന്നുണ്ട്. ഇവിടെ അധികം വെളിച്ചൊടിക്കാത്തൊരു സ്ഥലമാണ്. ഇനി നല്ലൊരു ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് ഇതിൻ്റെ ഷാഡോ കൊടുക്കാം താഴ്ഭാഗത്ത്.
ഇനി നല്ല ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഷാഡോസിൻ്റെ സൈഡിൽ നല്ല ഡാർക്ക്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പം ഇതിൻ്റെ നേരെ മുകളിലായിട്ടിരിക്കുന്ന ഒരു ഫീല് വന്നില്ല അവിടെ ഷാഡോസ് വന്നപ്പോൾ. അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. ഈ ലൈറ്റ് ആൻഡ് ഷാഡോ നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആക്ച്വലി നമ്മുടെ ഡ്രോയിങ് മോർ റിയലിസ്റ്റിക് ആവുന്നത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഈ സൈഡിൽ കുറച്ച് നമുക്കൊന്ന് ഡാർക്കാക്കി കൊടുക്കാം, ലീഫ് ഒന്നിങ്ങനെ വളഞ്ഞിരിക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മേലത്തെ ലീഫ് ചെയ്യാം. മേലത്തെ ലീഫ് ഒരു ബ്ലറായിട്ടുള്ളൊരു ലീഫാണ്, അതുകൊണ്ട് അധികം ഡീറ്റെയിലിംഗ് ഒന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഡാർക്ക് ഗ്രീൻ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ സൈഡിൽ കുറച്ച് നന്നായിട്ട് ഡാർക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ലീഫിൽ. വളരെ ലൈറ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ശേഷം നമുക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് ഇതിൻ്റെ സ്റ്റമ്പ് നമുക്ക് ചെയ്യാം. ഇവിടെ മോർ ഡാർക്കറാണ്. ഓക്കെ, ഈ താഴത്ത് ഒരു ലീഫ് ഉണ്ട്, അത് നമുക്കിങ്ങനെ ഡാർക്കായിട്ട് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത്, നല്ല ബ്ലറായിട്ടുള്ള ഒരു ലീഫാണ്, അതുകൊണ്ട് നല്ല ഡാർക്ക് ഗ്രീൻ ഞാൻ ഡയറക്റ്റ് കൊടുത്തിട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഷാഡോസ് നന്നായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടെ ബ്ലാക്ക്.
ഇനി നമുക്കിതിൻ്റെ ബാക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാക്ക് ഫുള്ള് ഡാർക്ക് കളറാണ് വേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ബ്ലാക്ക് കൊടുക്കരുത്. ഒരു ഡാർക്ക് ഗ്രീൻ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ബ്ലാക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഗ്രീനിഷിനോട് അത് സാമ്യമുള്ള ഒരു ബ്ലാക്ക് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് കേട്ടോ. ബാക്കിയുള്ള സ്പേസ് ഫുള്ള് നമ്മൾ നല്ല ഡാർക്ക് ഗ്രീൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡാർക്ക് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഇനി ബ്ലാക്ക് എടുത്തിട്ട് ഇതിൻ്റെ മേലെ ലൈറ്ററായിട്ടൊന്ന് ചെയ്യാം, എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ നല്ല ഡാർക്ക് നമുക്ക് കിട്ടും. ഇപ്പോൾ ഗ്രീനിഷിനോട് അത്യാവശ്യം ഒന്ന് മാച്ച് ആയിട്ടുള്ളൊരു ഡാർക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഡാർക്ക് ഗ്രീൻ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബ്ലാക്ക് കൊടുക്കുന്നത് കേട്ടോ. ബ്ലാക്ക് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഡെപ്ത് നന്നായിട്ട് വരുന്നുണ്ടാവാം. പിന്നെ നമുക്ക് ലീഫിൽ വാട്ടർ ഡ്രോപ്സും കൂടി ചെയ്യാനുണ്ട്. ഓക്കെ, ബ്ലാക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ലീഫിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള ഒരു സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഷാർപ്പായിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നോക്കിയേ, നമ്മുടെ ലീഫിൻ്റെ സെൻറ്ററിൽ കൂടെയുള്ള ഒരു ലൈൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ സിംഗിൾ ലൈൻ വരച്ചാൽ മതി. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് കണ്ടോ ആ ലൈൻ വിസിബിളായിട്ട് വരും. എന്നിട്ട് കണ്ടോ ഇങ്ങനെ ലീഫിൻ്റെ മേലെയുള്ള ഈ ഒരു ലൈൻസൊക്കെ നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു ഭംഗി തോന്നുന്നത് പോലെ വേണം വരയ്ക്കാനായിട്ട് കേട്ടോ.
ഓവറായിട്ട് വരയ്ക്കാനായിട്ട് പാടില്ല, നല്ല നീറ്റായിട്ട് അതിൻ്റെ ഷേപ്പിൽ തന്നെ വരയ്ക്കാം. ഉണ്ടോ, അവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗത്ത് വരയ്ക്കാം. പിന്നെ എത്ര വേണമെങ്കിലും ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. ഡീറ്റെയിലിംഗ് ഒക്കെ എക്സ്ട്രാ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഹൈലൈറ്റൊക്കെ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും കണ്ടോ. ഇങ്ങനെയുള്ള സ്റ്റമ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ലീഫിൻ്റെ മേലത്തോട്ടുള്ളത് വരയ്ക്കാം. കണ്ടോ, അത് കറക്റ്റായിട്ട് അറിയുന്നുണ്ട്, നല്ല ഡാർക്ക് ആക്കിയതുകൊണ്ട്. കണ്ടോ, ആ ഡാർക്ക് കളർ നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. സൈഡിൽ കൂടെ ഇങ്ങനെ ലീഫ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഈ സൈഡിലെ ലീഫും കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അപ്പോൾ ലീഫ് എടുത്തറിയും നന്നായിട്ട്. ഈ സൈഡിലും കുറച്ച് ചെയ്യാം നമുക്ക്. ഉണ്ട്, അപ്പോൾ ലീഫിന് നല്ല ഡീറ്റെയിലിംഗ് വരുന്ന സമയത്താണ് ആക്ച്വലി ലീഫിൻ്റെ ഒരു ഭംഗി വരുന്നത്. എക്സ്ട്രാ സബ് ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. ലീഫിൻ്റെ ഉള്ളിലെ ചെറിയ ചെറിയ ലൈൻസൊക്കെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഇപ്പോൾ കുറേ ഡീറ്റെയിലിംഗ് വരുമ്പോഴാണ് ആക്ച്വലി കാണാനൊരു ഭംഗി ഉണ്ടാവുക. ഇവിടെ നമുക്കിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യാം. ഓവർ വേണ്ട, ഒരു ഭംഗി തോന്നുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇനി എവിടെയെങ്കിലുമൊക്കെ ലൈറ്റർ ആക്കണമെങ്കിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടോ, ലൈറ്റർ ആക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഉണ്ടോ, ഇത്രയും ചെയ്തപ്പോൾ നോക്കിയാൽ നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലീഫായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വാട്ടർ ഡ്രോപ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലീഫ് ആക്ച്വലി കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. ഹായ്, ഞാനിവിടെ വാട്ടർ ഡ്രോപ്സ് എല്ലാം വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ആക്ച്വലി എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വാട്ടർ ഡ്രോപ്സ് വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ക്യാമറ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നില്ല. ഫുള്ളെല്ലാം വരച്ച് കംപ്ലീറ്റ് ആയ ശേഷം നോക്കുമ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്. ആക്ച്വലി ക്യാമറ ഓഫായി പോയി. ആക്ച്വലി അപ്പോഴേക്കും ഇത് ഫുള്ളായിട്ട് വരച്ച് കംപ്ലീറ്റ് ആയിപ്പോയി. ഓക്കെ, ഞാൻ വാട്ടർ ഡ്രോപ്സ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ വേറെ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലീഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഉള്ളതുപോലെ അതേപോലെ ഒരു സെയിം ലീഫ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലീഫിൻ്റെ മുകളിൽ
ഞാൻ എങ്ങനെയാണ് വാട്ടർ ഡ്രോപ്സ് വരയ്ക്കുന്നത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ വരയ്ക്കുന്ന അതേപോലെ തന്നെയാണ് ഇതിലെല്ലാ ലീഫിലും വരയ്ക്കേണ്ടത്. ഓക്കെ, ഞാനപ്പോൾ ഈ ഒരു ലീഫിൽ എങ്ങനെയാണ് ഞാനവിടെ വാട്ടർ ഡ്രോപ്സ് വരയ്ക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഡാർക്കർ ആയിട്ടുള്ള ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള 10B പെൻസിൽ എടുക്കാം, ഏറ്റവും ഡാർക്കർ ആയിട്ടുള്ള ഒരു പെൻസിൽ എടുക്കാം. എന്നിട്ട് വാട്ടറിൻ്റെ ഒരു ഷേപ്പിൽ ഇതേപോലെ ഇതേം കൊണ്ട് ഡാർക്കർ ആയിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഇതേപോലെ ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പിൽ വരയ്ക്കുക കേട്ടോ. എല്ലാം ഒരേ അളവിൽ വരയ്ക്കാതെ, ഒരേ ഷേപ്പിൽ വരയ്ക്കാതെ, വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഇലയിൽ വീണെടുക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പാണല്ലോ ഉണ്ടാവുക. ഒരു യൂണിഫോം ഷേപ്പ് എല്ലാത്തിനും ഒരേപോലെയുള്ള ഷേപ്പ് ഉണ്ടാവില്ലല്ലോ. സോ നമ്മൾ അതേപോലെ തന്നെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പിൽ ഇതേപോലെ വെള്ളം വീണെടുക്കുന്നത് പോലെ വരയ്ക്കാം. ചെറിയ ഡ്രോപ്സ് വരയ്ക്കാം, കുറച്ച് വലിയ ഡ്രോപ്സ് വരയ്ക്കാം. അങ്ങനെ ഇതേപോലെ ആദ്യം ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ വരച്ചെടുക്കുകയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് കേട്ടോ. ഒരേ ആംഗിളിൽ തന്നെ വരയ്ക്കരുത്, ഡിഫറെൻ്റ് ആംഗിളിലോട്ട് വരയ്ക്കുക കേട്ടോ. ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള കുറച്ച് നീളത്തിലുള്ള ഡ്രോപ്സ് വരയ്ക്കാം, അങ്ങനെയൊക്കെ വരച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഞാനിവിടെ ഇത്രയും ഡ്രോപ്സ് വരച്ചിട്ടുണ്ട്. ഇത്രയും ഡ്രോപ്സ് ഇതേപോലെ ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഓയിൽ പേസ്റ്റസ് എടുക്കാം. വൈറ്റ് ഓയിൽ പേസ്റ്റസ് എടുത്തിട്ട് നമ്മളിനി ഹൈലൈറ്റ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഓരോ ഡ്രോപ്സ് കണ്ടോ, ഓരോ ഡോട്ട് കണ്ടോ, അതിലിങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. കണ്ടോ, ഇതേപോലെ എല്ലാത്തിലും ഓരോ കുഞ്ഞ് ഡ്രോപ്സ് ഇട്ട് കൊടുക്കുക, ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ എല്ലാത്തിലും ഓരോ കുഞ്ഞ് 1-2 ഡോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, 2 സൈഡിലൊക്കെ ആയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സൈഡിൽ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നത് പോലെ കണ്ടോ, ഇങ്ങനെ നീളത്തിലുള്ള ഷേപ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇങ്ങനെ അതിലിങ്ങനെ ഇട്ട് കൊടുക്കാം. അത് ഇടുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു വാട്ടർ ഡ്രോപ്സിൻ്റെ ഷേപ്പ് വരും. കണ്ടോ, ഇനി കുഞ്ഞു ഡോട്ട്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക്. കണ്ടോ, കുഞ്ഞു ഡ്രോപ്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു വാട്ടർ ഡ്രോപ്സിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് ചില ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഡാർക്ക് ഷെയ്ഡ് ഇതിൻ്റെ മേലോട്ട് ഇങ്ങനെ കയറി നിൽക്കുന്നത് പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അതായത് വാട്ടർ ഡ്രോപ്സ് ഇങ്ങനെ ഇലയിൽ വീണെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഷാഡോസ് ഉണ്ടാവുമല്ലോ, ആ ഷാഡോസ് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ആ ഷെയ്ഡും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായി, വാട്ടർ ഡ്രോപ്സ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ സൈഡിൽ വേണം ചെയ്യാനായിട്ട്. ഓരോ വാട്ടർ ഡ്രോപ്സിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു സൈഡിലായിട്ട് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക. കണ്ടോ, ഇനി നമ്മൾ ഓയിൽ പേസ്റ്റിലോട്ട് ഡയറക്റ്റായിട്ട് ഓരോ ഡോട്ട് ഇടില്ലേ, അതിൻ്റെ ചുറ്റും അതിൻ്റെ ഷാഡോസ് പോലെ ജസ്റ്റ് ഒരു ഇങ്ങനെ ഷാഡോസും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷാഡോസും കൂടി വരുമ്പോഴാണ് അതിനൊരു 3 ഡയമെൻഷൻ ഫീൽ, ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് പോലൊരു ഫീല് തോന്നുക. കണ്ടോ,
ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാട്ടർ ഡ്രോപ്സ് പോലെ വരും. ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് ഡാർക്ക് പെൻസിൽ എടുത്തിട്ട് ഓരോരോ ഷേപ്പ് വരച്ചു കൊടുക്കുക. പിന്നെ വൈറ്റ് ഓയിൽ പേസ്റ്റിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഹൈലൈറ്റ് കൊടുത്തു. പിന്നെ ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഷാഡോസ് ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ഇതേപോലെയുള്ള വാട്ടർ ഡ്രോപ്സ് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തത് കൊണ്ടാണ് ഇത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വാട്ടർ ഡ്രോപ്സ് ചെയ്യുന്ന സമയത്തും ഇതേപോലെ തന്നെ ചെയ്യുക കേട്ടോ. ആക്ച്വലി ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ക്യാമറ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതൊരു ലീഫ് വരച്ചിട്ട് നിങ്ങൾക്ക് ഈ വാട്ടർ ഡ്രോപ്സ് കാണിച്ചു തരാൻ വേണ്ടി രണ്ടാമതും ചെയ്തതാണ് ഈ ഒരു പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഇതിൽ ഫുള്ളായിട്ടുള്ള വാട്ടർ ഡ്രോപ്സ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്തോളൂ. ഇനി ബ്ലാക്ക് വെച്ചിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. എവിടെയെങ്കിലും ബ്ലാക്ക് ലൈൻസോ ബ്ലാക്ക് ചെറിയ ലൈറ്ററായിട്ടുള്ള ഷാഡോസൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡാർക്ക് പെൻസിൽ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓയിൽ പേസ്റ്റിൻ്റെ മേലെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഈ ലീഫ് വരച്ചതിൻ്റെ എഡ്ജ് ഭാഗമൊക്കെ നമുക്ക് ഈ ഡാർക്ക് പെൻസിൽ വെച്ചിട്ട് ഷേപ്പൊക്കെ ഇങ്ങനെ ഷാർപ്പൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജൊക്കെ നല്ല ഷാർപ്പാക്കി എടുക്കണം. എങ്കിലാണ് നീറ്റ്നെസ്സാണ് ഇമ്പോർട്ടൻ്റ് ആക്ച്വലി. ഭയങ്കര നീറ്റായിരിക്കണം. നമ്മൾ എത്ര ചെറിയ ഡ്രോയിങ് ചെയ്യുന്നു വലിയ ഡ്രോയിങ് ചെയ്യുന്നു എന്നുള്ളതല്ല, അത് രണ്ടിലേതായാലും നല്ല നീറ്റ്നെസ് ഉണ്ടെങ്കിലേ ഡ്രോയിങ്ങിന് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നീറ്റാക്കി എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ക്ഷമയോടെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യണം. ക്ഷമയില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, നമ്മുടെ ഡ്രോയിങ് കാണാൻ ഭംഗി ഉണ്ടാവില്ല. സോ നമ്മൾ നന്നായിട്ട് ക്ഷമയോടെ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമ്മുടെ ഡ്രോയിങ് കാണാൻ ഇതുപോലെ അടിപൊളിയായിരിക്കും, നല്ല ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നല്ല റിയലിസ്റ്റിക് ആയിട്ടുണ്ട് കാണാനായിട്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല റിയലിസ്റ്റിക് ഫീൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓയിൽ പേസ്റ്റിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ നല്ല നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് പെയിൻറ്റിങ്ങുകൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീവ്സുകളും ഫ്ലവേഴ്സൊക്കെ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഡ്രോയിങ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വാട്ടർ ഡ്രോപ്സ് ആയാലും ലീഫ് ആയാലും നല്ല റിയലിസ്റ്റിക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് പടങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സി യു നെക്സ്റ്റ് വീഡിയോ. ബൈ.